ആ എന്താ സുഖം. ഇനി ടൂറിസം പദ്ധതി കൂടി ജയിലിൽ വന്നാൽ കുറ്റവാളികൾക്ക് നല്ല കാഴ്ചയും കാണാം, സുഭിക്ഷമായ ഭക്ഷണവും. സത്യം പറഞ്ഞാൽ ഈ ജയിൽ എന്ന പേര് കാരാഗ്രഹമാണ്. അത് മാറ്റിയിട്ട് സുഖവാസ കേന്ദ്രം എന്നാക്കിയാൽ ഇനിയും ഉഷാറാവും. ഇനി ഒരുപാട് കുറ്റകൃത്യങ്ങൾ വളരും. കാരണം നല്ലൊരു സ്ഥലത്തേക്കാണല്ലോ കുറ്റം ചെയ്തിട്ട് പോകുന്നത്. എന്താ, ഉമ്മനെയും കൊല്ലാം, മക്കളെയും കൊല്ലാം, കുടുംബത്തെയും കൊല്ലാം, ആരെയും കൊല്ലാം, കഞ്ചാവ് അടിക്കാം, എല്ലാം ചെയ്യാം. സുഖവാസ കേന്ദ്രത്തിൽ സുഭിക്ഷമായ ഭക്ഷണവും നല്ല കാഴ്ചയും കണ്ടിട്ടിരിക്കാം. എങ്ങനെയാണ് നമ്മുടെ നാട് നന്നാവുക? അതേപോലെയുള്ള ഡ്രഗ് യൂസ് ചെയ്യുന്ന സൈക്കോ മക്കളുള്ള മാതാപിതാക്കളെ, ഈ നിയമത്തിന് വിശ്വസിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ നിൽക്കരുത്. എവിടേക്കെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ടോളൂ. കാരണം ഈ നിയമം ഒരു ചുക്കും ചെയ്യില്ല എന്ന് ഓരോ കുറ്റവാളികൾക്കും ബോധ്യമാണ്. അതുകൊണ്ടാണ് വീണ്ടും കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകി വരുന്നത്. പാവപ്പെട്ട സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പയറും കഞ്ഞിയും, ഒരു ദയവുമില്ലാതെ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് സുഭിക്ഷമായ ഭക്ഷണവും. ഈ നിയമം ആദ്യം മാറ്റണം, എന്നാലേ നമ്മുടെ നാട് നന്നാവുകയുള്ളൂ. കട്ടാൽ കൈ മുറിച്ചു മാറ്റണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഒരു സ്ത്രീ കട്ടിട്ട് കേസ് വന്നപ്പോൾ പ്രവാചകനോട് പറഞ്ഞു, അത് ഉന്നത കുലജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. നബി തങ്ങൾ പറഞ്ഞു, എന്റെ മകൾ ഫാത്തിമ കട്ടാലും ഞാൻ ആദ്യം വെട്ടുന്നത് അവരുടെ കൈയായിരിക്കും. ഇങ്ങനെയുള്ള സ്ട്രോങ് ആയ നിയമങ്ങൾ വന്നാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുകയുള്ളൂ. കണ്ണു മൂടപ്പെട്ട നീതിപീഠമേ, കണ്ണു തുറക്കാൻ സമയമായി.